ഹലോ, നമ്മുടെ ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ എത്തിയിരിക്കാട്ടോ. ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ ആ ഒരു സന്തോഷത്തിന്റെ കൂടെ ആ ഒരു സങ്കട വാർത്തയും കൂടി ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. പക്ഷേ നമ്മുടെ ഗോവിന്ദനും ഗീതുവിനും നമ്മുടെ വിജയലക്ഷ്മിക്കും അതൊരു സങ്കട വാർത്ത തന്നെയാണ്. എന്താന്നല്ലേ അത്? വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഗീതുവിന്റെയും നമ്മുടെ രേഖേച്ചിയുടെ ആ ഒരു പ്രഗ്നൻസി, ആ ഒരു പ്രഗ്നന്റ് ആയതിന്റെ ആ ഒരു പാർട്ടി നടത്തുന്നുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടി അറക്കൽ വീട്ടിൽ. അവിടെ നമ്മുടെ രഞ്ജു നമ്മുടെ വിജയലക്ഷ്മി എത്തുന്നുണ്ട്. അപ്പൊ അതിന് അവിടെ വെച്ച് നമ്മുടെ രഞ്ജു ഭയങ്കര ഓക്കാനോ ഛർദിയായിട്ടും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ പേടിയാകുന്നു, ഇന്ന് രാവിലെ മുതൽ അവള് നിർത്താതെ ഛർദിലാണ്, ഇത് മറ്റെന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ അവളും പ്രഗ്നന്റ് ആയിരിക്കുമെന്ന് പറയുന്ന ഒരു രംഗമാട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്ന. അപ്പൊ ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ ഗോവിന്ദും നമ്മുടെ വിജയലക്ഷ്മിയും ഈ പറയുന്ന ഗീതു പോലും ഇങ്ങനെ വല്ലാതെ ഭയന്ന് ഞെട്ടിയായിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മുടെ രഞ്ജുവിന്റെ ജീവന് തന്നെയാണ് ഇനി അപകടം സംഭവിക്കാൻ പോകുന്നത്, അല്ലെ? നമ്മുടെ രഞ്ജു ആണെങ്കിൽ അത് അറിയുന്നുമില്ല. അപ്പൊ നമ്മുടെ രഞ്ജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മുടെ ഗീതുവിന്റെ അടുത്തും രേഖയുടെ അടുത്തും വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഞാനും ഉണ്ട്, ഞാനും പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രഞ്ജു ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ പക്ഷേ ഗീതുവിന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നെഞ്ചിൽ തീയാണ് നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും വിജയലക്ഷ്മിക്കും ഒക്കെ. അപ്പൊ നമ്മുടെ ഗീതു പിന്നീട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനോടും നമ്മുടെ വിജയലക്ഷ്മി അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ, ഏത് കോണിലാണെങ്കിലും ഈ ഒരു രോഗത്തിന് ഏറ്റവും നല്ലൊരു ഡോക്ടറെ എത്രയും വേഗം കണ്ടെത്തണം. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിൽ പോലും നമ്മൾക്ക് അവളെ കൊണ്ടുപോയി ചികിത്സിക്കണം, ഈ രോഗം മാറ്റിയെടുക്കണം, അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കടകരമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷ കൈവിടണ്ട, അല്ലെ? എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കൂ, അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.